ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. നമ്മൾ ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാൻ നമ്മളെ രണ്ടാമത്തെ അധ്യായവും വിചാരം ചെയ്ത് ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാൻ അതിയായ കാരുണ്യം കാട്ടുകയുണ്ടായി. ഇനി നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിലേക്കാണ് കടക്കേണ്ടത്. അത് പതിവ് പോലെ ആദ്യം നമ്മൾ കഥാസാരമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിനുശേഷമാണ് അധ്യായത്തിലെ ഓരോ ശ്ലോകങ്ങളിലൂടെയും വ്യാസഭഗവാൻ ആ മനോഹാരിത എങ്ങനെ പകർത്തിയിരിക്കുന്നു എന്ന് നോക്കുന്നത്. നമ്മൾ തൊട്ട് മുൻപുള്ള അധ്യായത്തിൽ നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് മറവി ഒരു ശാപമാണ് എന്ന്. എന്നാൽ മറവി ഒരു അനുഗ്രഹമായ കഥയാണ് തൊട്ട് മുൻപുള്ള അധ്യായത്തിൽ നമ്മൾ കണ്ടത് അല്ലേ. സാക്ഷാൽ ശ്രീ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രീ വ്യാസഭഗവാൻ രചിച്ചതാണ് ഭാഗവതം. എന്നിട്ടും ആ സൽക്കർമ്മം ഏതാണ്, അശരീരിവാക്ക് തന്നോട് നിർദ്ദേശിച്ച സൽക്കർമ്മം ഏതാണ് എന്ന് മനസ്സിലാകാതെ വന്നതുകൊണ്ടാണ് നാരദ മഹർഷി അവിടെ നിന്നും ആ വൃന്ദാവനത്തിൻ്റെ മണ്ണിൽ നിന്നും യാത്രയാവുന്നത്. അപ്പോഴും നോക്കൂ, ശ്രീ നാരദ മഹർഷിക്ക് അറിയാവുന്ന വേദാന്തങ്ങളും ഭഗവത്ഗീതയും ഒക്കെ ഉച്ചത്തിൽ ഘോഷണം ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക്. എന്നിട്ടും ഉണരാതെയിരുന്ന ആ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താനുള്ള ഉപായം തേടി ആ സൽക്കർമ്മം ഏതാണെന്ന് അറിയാനുള്ള യാത്രയ്ക്കിടയിലാണ് സനൽകുമാരാദി മഹർഷിമാരെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ നോക്കൂ, ആ സനൽകുമാരാദി മഹർഷിമാർ ഒടുവിൽ നിർദ്ദേശിച്ചത് ഇതേ ഭാഗവത കഥ തന്നെ പാരായണം ചെയ്യൂ, ആ കഥ വിവരിച്ച് കേൾക്കൂ, പറയൂ, അത് തന്നെയാണ് ഏറ്റവും വലിയ സൽക്കർമ്മം എന്നാണ് ശ്രീ സനൽകുമാരാദി മഹർഷിമാർ നാരദ മഹർഷിക്ക് ഉപദേശം കൊടുത്തത്. അപ്പോൾ ആ മറവി ഇതുപോലെയുള്ള സജ്ജനങ്ങളെ കണ്ടുമുട്ടുന്നതിനും അവരുടെ ആ ഒരു തിരുവായ്മൊഴികൾ കേൾക്കുന്നതിനും അവരുടെ അനുഗ്രഹത്തിനുമായിക്കൊണ്ട് ഭഗവാന്റെ നിശ്ചയം പോലെ ശ്രീ നാരദ മഹർഷിയെ കൊണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും താൻ ഒരിക്കൽ വ്യാസമഹർഷിയെ കൊണ്ട് ചെയ്യിച്ച ആ പുണ്യകർമ്മത്തെക്കുറിച്ച് ഉള്ള ആ ഒരു ഓർമ്മ മറച്ചു കളഞ്ഞു ഭഗവാൻ. അപ്പോൾ മറവി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ ശ്രീ നാരദ മഹർഷിക്ക് അനുഗ്രഹമായിരുന്നു എന്ന് കാണാം. ഇതുപോലെയുള്ള സജ്ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീ നാരദ മഹർഷിയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ഓർമ്മയെ മാറ്റിമറിച്ചതും ഈ ഒരു പ്രയാണത്തിലേക്ക് കൊണ്ടെത്തിച്ചതും. അങ്ങനെ മറവി അനുഗ്രഹമായ ഒരു കഥയിൽ നിന്നും, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ശ്രീ നാരദ മഹർഷി അവിടെ നിന്നും പ്രയാണം തുടങ്ങിയത്? ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉണർത്തുന്ന സൽക്കർമ്മത്തിലേക്ക് ശ്രീ നാരദ മഹർഷി പ്രവേശിക്കുന്നതും അതുപോലെ ആ ഭക്തിദേവിയുടെ കഷ്ടത്തെ നിവാരണം ചെയ്യുന്നതുമായ ഒരു വിവരണമാണ് ഈ ഒരു മൂന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് വ്യാസഭഗവാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ ശ്രീ സനൽകുമാരാദി മഹർഷിമാരിൽ നിന്നും ആ ഭാഗവത കഥ ശ്രവണവും പാരായണവും കഥ പറയലും ഒക്കെയാണ് ആ സൽക്കർമ്മം എന്ന് മനസ്സിലാക്കിയ നാരദ മഹർഷിക്ക് തൻ്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ തോന്നി. അതൊക്കെ സനൽകുമാരാദി മഹർഷിമാരോട് ചോദിക്കുകയാണ് ആദ്യം. ഇവിടെ നാരദ മഹർഷി ചോദിക്കുകയാണ്, ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉറപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവയെ ഉണർത്താനായിട്ട് ശക്തിപ്പെടുത്തുന്നതിനായിക്കൊണ്ട് ഈ ഒരു ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ട ശ്രീമദ് ഭാഗവതം എന്ന അതിൻ്റെ പാരായണം, അതിൻ്റെ കഥാമൃതത്തെ ചൊരിഞ്ഞു കൊടുക്കുക എന്നുള്ള ഈ ഒരു സൽക്കർമ്മം, ജ്ഞാനയജ്ഞം ഞാൻ നിർവഹിക്കാം. പക്ഷേ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് മഹർഷിമാരെ. എന്താ അത്? നിങ്ങളൊക്കെ ഈ സനൽകുമാരാദി മഹർഷിമാരൊക്കെ വേദജ്ഞരാണ്, പണ്ഡിതരാണ്. അതുകൊണ്ട് തന്നെ വേദജ്ഞരായിട്ടുള്ള നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, ആ ഒരു മഹായജ്ഞ കർമ്മം ഞാൻ എവിടെയാണ് ചെയ്യേണ്ടത്? അതേപോലെ തന്നെ ഈ ഒരു ശ്രീമദ് ഭാഗവത കഥ ഞാൻ എത്ര നാളുകൊണ്ടാണ് പറയേണ്ടത്? ഇനി അങ്ങനെ ആ ഒരു കഥ പറയാൻ ഞാൻ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള വിധികൾ എന്തെല്ലാമാണ്? അല്ലയോ മഹർഷിമാരെ, വേദജ്ഞരെ, നിങ്ങൾ എനിക്ക് ഇതൊന്ന് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ ഈ സനൽകുമാരാദി മഹർഷിമാർ
ശ്രീ നാരദ മഹർഷിയോട് പറയണം, നമുക്കറിയാം മഹാപണ്ഡിതനാണ്, ജ്ഞാനിയാണ്, ഭാഗവതോത്തമനാണ് ശ്രീ നാരദ മഹർഷി. അങ്ങനെയുള്ള നാരദ മഹർഷിയിൽ ഇത്രയേറെ വിനയവും കൂടി കലരുമ്പോൾ ഒരു പൂവിന് അതിൻ്റെ രൂപ ഭംഗി മാത്രമല്ല, അതിനോടൊപ്പം സൗരഭം കൂടി കലർന്നാൽ എത്രമാത്രം അത് ആകർഷണീയമാകുമോ, എത്രമാത്രം അത് അമൂല്യമാകുമോ. അതേപോലെ ഇവിടെ ഈ വിവേകവും വിനയവും ഒന്നിച്ചു കലർന്ന് ശ്രീ നാരദ മഹർഷിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, സനൽകുമാരാദി മഹർഷിമാർ ഇതെവിടെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം മഹർഷി. എവിടെയാ? ഹരിദ്വാരത്തിലെ ആനന്ദം എന്ന് പേരുള്ള ഒരു ഗംഗാതടമുണ്ട്. അവിടെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ ദേവസിദ്ധർഷി സംഘമൊക്കെ സദാ അവരാൽ സേവിതമായിട്ടുള്ളതാണ്. അഥവാ സദാ ഭഗവാന്റെ ഒരു കഥ, ശ്രുതി, സ്തുതിയൊക്കെ അവിടെ സദാ ചെയ്തു പോന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെയോ അവിടെയൊക്കെ ആണെങ്കിൽ ഒരു വെൺമണൽത്തിട്ട കൊണ്ട് ആ ദിക്ക് മുഴുവൻ തന്നെയും പ്രശോഭിക്കുന്നിടമാണ്. അതേപോലെ തന്നെ പൊൽത്താർ പൊയ്കകളാൽ അവിടമൊക്കെ രമ്യമാണ്, വളരെ മനോഹരമാണ് ആ സ്ഥലമൊക്കെ. അവിടെ ജീവിക്കുന്ന ജന്തുക്കൾക്ക് പോലും അവരുടെ ഉള്ളിൽ ആ ഒരു മൈത്രീഭാവം എപ്പോഴും കാണാനാവുന്നു. കാരണം ഉള്ളിൽ രാഗദ്വേഷങ്ങളില്ല. സദാ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗവതീ കഥ അവരെ അനുനിമിഷം ശുദ്ധമാക്കിക്കൊണ്ട്, അങ്ങനെ ശുദ്ധമാക്കി ഇന്ന് അവരിൽ നിന്നും കാമക്രോധ രാഗദ്വേഷങ്ങളൊക്കെ തന്നെയും ഇല്ലാതെയായിരിക്കുന്നു. അതുകൊണ്ട് അവിടെ വളരെ ജന്തുക്കളൊക്കെ വളരെ മൈത്രീഭാവത്തിൽ കഴിയുന്നതാണ്. തന്നെയല്ല, അവിടെ ആ ഒരു സ്ഥലത്ത് സദാ ഈ ഹരിയുടെ കഥ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന അവിടം തന്നെയാണ്. അതുകൊണ്ട് ഈ മഹാജ്ഞാനയജ്ഞം നടത്താനുള്ള ഏറ്റവും ഉത്തമമായ സ്ഥലവും. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ഈ ഭാഗവത കഥ, ഹരിയുടെ കഥ വളരെ നിർബാധം നടത്താനാകും. യാതൊരു തടസ്സവും അവിടെ ഉണ്ടാവുകയില്ല. കാരണം ആ സ്ഥലത്തിൻ്റെ ആ ഒരു വൈശിഷ്ട്യം തന്നെ അതാണ്. അങ്ങനെയുള്ളിടത്ത് ഉറപ്പാണ്, അല്ലയോ നാരദ മഹർഷി, അങ്ങ് ഏതൊരു ഭക്തിദേവിയുടെയും പുത്രന്മാരുടെയും കഷ്ടത്തെ നീക്കം ചെയ്യുവാനായിട്ടാണോ അങ്ങ് ഇവിടം വരെ എത്തിയത്? ഉറപ്പായിട്ടും അവിടെ അവർ 3 പേരും എത്തിച്ചേരും. കാരണം എവിടെയൊക്കെ ഈ ഭഗവാന്റെ കഥ പറയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ അവർക്ക് എത്താതെ ഇരിക്കാൻ, ഈ ഭക്തിദേവിക്കും ജ്ഞാനവൈരാഗ്യങ്ങൾക്കും എത്താതെ ഇരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ആ കഥ കേട്ട് കഴിയുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ഈ നവയൗവനമൊക്കെ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇങ്ങനെ സനൽകുമാരാദി മഹർഷിമാർ അതിൻ്റെ വിധികൾ ഓരോന്നായിട്ട് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി വീണ്ടും നമുക്കറിയാം, ഭാഗവത കഥ എന്ന് പറയുന്നത് തന്നെ സൂത ശൗനക സംവാദമായിട്ടാണ്. അപ്പോൾ കഥയുടെ ഇത്രയും പറഞ്ഞിട്ട് സൂതൻ വീണ്ടും ശൗനക മഹർഷിയോട് പറയുകയാണ്, ഇങ്ങനെ ഈ സനകാദി മഹർഷിമാർ നാരദ മഹർഷിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക മാത്രമല്ല ചെയ്തത്, നാരദ മഹർഷിയെയും കൂട്ടിക്കൊണ്ട് തന്നെ അതേ കഥാശ്രവണത്തിൽ പങ്കെടുക്കാൻ തന്നെ ഹരിദ്വാറിലേക്ക് പുറപ്പെടുകയും ചെയ്തു സനകാദി മഹർഷിമാർ. അങ്ങനെ അവർ ഹരിദ്വാരത്തിലെത്തിയപ്പോൾ ഈ 3 ലോകങ്ങളിലും, ഭൂമിയിലും സ്വർഗത്തിലും ബ്രഹ്മലോകത്തിലുമൊക്കെ ഭയങ്കര കോലാഹലമുണ്ടായി അത്ര. എന്താ? ഈ ഭാഗവത കഥാമൃതത്തെ ശ്രവിക്കുവാൻ, പാനം ചെയ്യുവാൻ എല്ലാവരും കാതുകൂർപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് ഇവിടെ സനകാദി മഹർഷിമാരിൽ നിന്നും ശ്രീ നാരദ മഹർഷിക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം കിട്ടുന്നത്. അതുകൊണ്ട് അവരൊക്കെ ആദ്യമാദ്യം ഓടിയെത്താനായിട്ടുള്ള തിരക്കിലാണ്. ഈ 3 ലോകത്തിൽ നിന്നും ഭാഗവത കഥ കേൾക്കാൻ വിഷ്ണു ഭക്തർ, വൈഷ്ണവരായിട്ടുള്ളത് എത്തിച്ചേർന്നത് തന്നെ ഒറ്റയ്ക്കല്ല വന്നത്. അവരൊക്കെ അവരുടെ പത്നിമാരോട്, പുത്രന്മാരോടും ശിഷ്യന്മാരോടും ഒക്കെ കൂടിയിട്ടാണ് ഓടിയെത്തുന്നത്. ഇനി ഇവർ മാത്രമല്ല വന്നത്, ഇവിടെ ധാരാളം എത്തിച്ചേർന്നു. ഭൃഗു മഹർഷി, യാജ്ഞവൽക്യ മഹർഷി, അതേപോലെ തന്നെ ദേവപിപ്പലാദർ, മേധാതിഥി, എന്തിനേറെ ശ്രീ ഭാഗവത കഥ രചിച്ച
വ്യാസഭഗവാൻ വന്നു, വ്യാസഭഗവാന്റെ പിതാവായിട്ടുള്ള പരാശര മഹർഷി വന്നു, വസിഷ്ഠ മഹർഷി വന്നു, ച്യവന മഹർഷി വന്നു എന്നു വേണ്ട ധാരാളം മഹർഷിമാരവിടെ ആ വേദിയിൽ എത്തിച്ചേർന്നു. അവിടെ ഈ മഹർഷിമാർ, അതേപോലെ ഈ 3 ലോകങ്ങളിൽ നിന്നുള്ള വൈഷ്ണവരൊക്കെ എത്തിച്ചേർന്നപ്പോൾ അതിനോടൊപ്പം തന്നെ എത്തിച്ചേർന്നു ആരൊക്കെ? വേദം, വേദാന്തം, അതേപോലെ തന്നെ ഈ 17 പുരാണങ്ങൾ, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, എന്തിനേറെ ക്ഷേത്രങ്ങളും ദണ്ഡകവും പോലും രൂപം ധരിച്ചുകൊണ്ട് ഈ ഭാഗവത കഥയെ കേൾക്കുവാനായിട്ട് ആ ഹരിദ്വാരത്തിൽ എത്തിച്ചേർന്നു. ഇവരോടൊപ്പം നമ്മുടെ തീർത്ഥ സ്ഥാനങ്ങളായിട്ടുള്ള പുണ്യനദികളായിട്ടുള്ള ഗംഗ, അതേപോലെ മഹാപർവ്വതങ്ങൾ, സൂര്യന്, അതേപോലെ 10 ദിക്കുകൾ, ഇവരെല്ലാം വന്നു. ഓരോരോ രൂപം ധരിച്ചുകൊണ്ട് ഇവരൊക്കെ ആ ഹരിദ്വാരത്തിലേക്ക് എത്തിച്ചേർന്നു. സ്വതവേ ഇതിനോട് താല്പര്യമില്ലാത്തവരായിട്ടുകൂടി ഇത്രയും പുണ്യാത്മാക്കളെ കണ്ടപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഏതോ ഒരു പുണ്യകർമ്മമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുവരെ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലോട് വലിയ താല്പര്യമില്ലാതെ ഇരുന്നവർ പോലും അവിടേക്ക്, ആ വേദിയിലേക്ക് ഓടിയെത്തി. പലരെയും ഭൃഗു മഹർഷി ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ ക്ഷണപ്രകാരം വന്നെത്തിയവരുമുണ്ട്. അങ്ങനെ എല്ലാവരും വന്നെത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം നമുക്കറിയാം, നമ്മൾ ഏതൊരു വേദിയിലാണെങ്കിലും ആദ്യം ആ വേദിയിലെ മുഖ്യ അതിഥിയെ ആണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നതും വന്ദിക്കുന്നതുമൊക്കെ. ഇതൊരു പുണ്യ കർമ്മമായതുകൊണ്ട് തന്നെ, ഒരു സൽക്കർമ്മമായതുകൊണ്ട് തന്നെ ആദ്യം ഈ വന്നവരെല്ലാം അവിടുത്തെ മുഖ്യ അതിഥിയായിരുന്ന, അവിടുത്തെ പ്രമുഖരിലും മുഖ്യരായിരുന്ന ആ സനകാദി മഹർഷിമാരെ ആദ്യം വന്ദിച്ചു. അതിനുശേഷം ശ്രീ നാരദ മഹർഷിയാണ് എല്ലാവരെയും സൽക്കരിച്ച ആ വേദിയിൽ അവരവരുടേതായ സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ഇരുത്തുന്നത്. അതിൽ സന്യാസിമാർ, ബ്രഹ്മചാരികൾ, അതേപോലെ തന്നെ മുനിമാർ, ദേവന്മാർ, സ്ത്രീകൾ, തീർത്ഥങ്ങൾ, വേദോപനിഷത്തുകൾ, ഇവരെല്ലാം ഓരോരുത്തർക്കും അവരവർക്ക് കൽപ്പിച്ചിട്ടുള്ള ഇടങ്ങളിൽ പോയി ശ്രീ നാരദ മഹർഷിയാണ് കൊണ്ടുപോയി അവരെ ഇരുത്തിയത്. അങ്ങനെ ഇരുത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു ജ്ഞാനയജ്ഞ വേദി എന്ന് പറയുന്നത് ശംഖഘോഷങ്ങളുടെയും നമഘോഷങ്ങളുടെയും നമശബ്ദങ്ങളുടെയും ഒക്കെ ഒരു, അതുപോലെ ജയ ജയ ശബ്ദമൊക്കെ ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. നാരായണായ നമ, ശ്രീ ഹരേ നമ, ഇങ്ങനെ നമശബ്ദങ്ങൾ, ശ്രീഹരിക്ക് ജയ ജയ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ ധാരാളം ശബ്ദങ്ങൾ. പിന്നെയോ സുഗന്ധദ്രവ്യങ്ങൾ വേറൊരു വശത്ത് ധാരാളം, അങ്ങനെ അവിടമാകെ സുഗന്ധം പരത്തുന്നു. അതുപോലെ പൂക്കളും മലരുകളും ചൊരിയുന്നു. പിന്നെ ചിലരാകട്ടെ, ചില ദേവന്മാർക്ക് യഥാസമയം ഈ വേദിയിൽ എത്താൻ കഴിയാതെ വന്നതുകൊണ്ട് അവരൊക്കെ വരുന്ന വഴി തന്നെ തങ്ങളുടെ വിമാനങ്ങളിലിരുന്നു കൊണ്ട് അവിടേക്ക് കൽപ്പകപ്പൂക്കളൊക്കെ വിതറുന്നുണ്ട് ഈ ഒരു പുണ്യ വേദിയിലേക്ക് എത്തിച്ചേരാനായിട്ട്. അങ്ങനെ അവരുമൊക്കെ തിടുക്കം കൂട്ടുന്നു. ഇങ്ങനെ സൂതൻ കഥ പറഞ്ഞു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവിടെ വന്ന് വളരെ ഏകാഗ്രതയോടുകൂടി ഇരുന്നപ്പോൾ ഇനി ഇതാണ് ഉത്തമമായ സമയം, എല്ലാവരും വേദിയിൽ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സനകാദി മഹർഷിമാർ ശ്രീ നാരദ മഹർഷിക്കായിക്കൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെ പറഞ്ഞു തുടങ്ങി. ഈയൊരു സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞു തുടങ്ങിയാണ് ഈ ഒരു ശ്രീമദ് ഭാഗവത കഥയുടെ, ഈ ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ട ഈയൊരു ഭാഗവത കഥയുടെ മഹത്വം ഞാൻ ആദ്യം പറയാം. ഈ മഹത്വം എന്ന് പറയുന്നത് തന്നെ കാരണം ഈ ഒരു ശുഖശാസ്ത്രം, ഈ ഒരു ഭാഗവത കഥ കേട്ടാൽ തന്നെ മുക്തി കൈവരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചോദിച്ചിരുന്നു എപ്പോൾ, എങ്ങനെ, എവിടെ, ഇതിൻ്റെ വിധികൾ, ഇതൊക്കെയായിരുന്നു ശ്രീ നാരദ മഹർഷി ചോദിച്ചത്. അപ്പോൾ എപ്പോൾ ചെയ്യണം, എപ്പോഴാണ് ഈ ഒരു കഥ ഉര ചെയ്യേണ്ടത് എന്നുള്ളതിന് സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞു, സദാസേവ്യ, എപ്പോഴും സേവിക്കാവുന്നതാണ് ഈ ഭാഗവത കഥയെ. അത് കേൾക്കുന്നവരുടെ മനസ്സിൽ എപ്പോഴും ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ തന്നെ വന്നു കുടിയിരിക്കും. ഈ ഭാഗവത കഥ എന്ന് പറയുന്നത്, ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് 18,000 ശ്ലോകങ്ങളും അതേപോലെ തന്നെ
12 സ്കന്ധങ്ങളും ചേരുന്നതാണ്. ഈ ഭാഗവത കഥ ശ്രീ വ്യാസഭഗവാനാൽ രചിക്കപ്പെട്ടത് ശ്രീശുക മഹർഷിയും പരീക്ഷിത് മഹാരാജാവും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ്. ഈ ഒരു ഭാഗവത കഥ എപ്പോൾ വരെ ഒരു ജീവിക്ക് നുകരാൻ കഴിയുന്നില്ലയോ, കേൾക്കാൻ കഴിയുന്നില്ലയോ, അപ്പോൾ വരെ മാത്രമേ ആ ജീവൻ ഈ ഒരു സംസാര ചക്രത്തിൽ, ഈ അജ്ഞാനത്തിൽ കിടന്ന് ഭ്രമിക്കുകയുള്ളൂ. ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ മോക്ഷപദത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് മറ്റു പുരാണങ്ങളൊക്കെ കേൾക്കുന്നത്? കാരണം ഏതൊരു ജീവൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം മുക്തിയാണ്, മോക്ഷമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് ഈ ഭാഗവത കഥയിലൂടെ തന്നെ കിട്ടുമെന്ന് ഇവിടെ ഉറപ്പിച്ചു പറയുന്നത് സനകാദി മഹർഷിമാരാണ്. അതേപോലെ തന്നെ വീണ്ടും മഹത്വം തുടർന്ന് പറയുന്നുണ്ട്. ഈ ഗ്രന്ഥം ഏതൊരു ഗ്രഹത്തിലാണോ നിത്യവും പാരായണം ചെയ്യപ്പെടുന്നത്, ആ ഗ്രഹം തീർത്ഥരൂപമായി മാറും. അവിടുത്തെ ഗൃഹസ്ഥൻ്റെ എല്ലാ പാപങ്ങളും ഇല്ലാതെയായിത്തീരും. അതേപോലെ തന്നെ 1000 അശ്വമേധയാഗങ്ങളും 100 വാജപേയയാഗങ്ങളും നടത്തുന്ന ഒരാളിനു പോലും ഈ ഭാഗവത കഥാശ്രവണത്തിൻ്റെ പുണ്യത്തിൻ്റെ 16 മാത്രമേ കിട്ടുകയുള്ളൂ. അഥവാ ഈ അശ്വമേധയാഗവും വാജപേയയാഗവും ഒക്കെ നടത്തുന്നതിൻ്റെ പുണ്യം പോലും അത്രമാത്രം ചെറുതാണ്, അത്രയും മഹത്തരമാണ് ഈ ഭാഗവത കഥാമൃതശ്രവണത്തിൻ്റെ എന്ന് ഇവിടെ സനൽകുമാരാദി മഹർഷിമാർ ശ്രീ നാരദ മഹർഷിക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഭാഗവത കഥയെ കേൾക്കുന്നവരുടെ ശരീരത്തിൽ പാപങ്ങൾ ഒട്ടും തന്നെയും ഉണ്ടാവുകയില്ല. അവരുടെ മനോവാകർമ്മങ്ങളൊക്കെയും തനേ പരിശുദ്ധമായിത്തീരും. അതുപോലെ തന്നെ ഏതൊരു പുണ്യനദിയിൽ പോയി സ്നാനം ചെയ്താലും കിട്ടാത്തത്ര പുണ്യമാണ്, പാപമോചനമാണ് ഈ ഒരു ഭാഗവത കഥ ശ്രവിച്ചാൽ നമുക്ക് കിട്ടുന്നത്. അതും പറയുന്നുണ്ട്. അപ്പോൾ ശ്രീ സനകാദി മഹർഷിമാരോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തര രൂപേണയാണ് ആദ്യം ഈ ഭാഗവത ഗ്രന്ഥത്തിൻ്റെ മഹാത്മ്യമായി സനൽകുമാരാദി മഹർഷിമാർ വർണ്ണിക്കുന്ന. അതിൽ പറയുകയാണ്, വീണ്ടും പറയുന്നു, ഈ ഭാഗവത കഥ മുഴുവൻ കേൾക്കണമെന്നില്ല, അല്ലെങ്കിൽ മുഴുവൻ പാരായണം ചെയ്യണമെന്നില്ല. മറിച്ച് ഒരു ശ്ലോകമോ, ഇനി അതും പറ്റിയില്ലെങ്കിൽ ഒരു ശ്ലോകമോ, ഇനി അതുമല്ലെങ്കിൽ അതിൻ്റെ ഒരു 1/4 ശ്ലോകം പാരായണം ചെയ്താൽ പോലും ഈ സംസാര ഭയത്തെ ഒക്കെ ഇല്ലാതെയാക്കാനും ആ പരമഗതിയെ കൈവരിക്കാനും അത് പ്രാപ്തമാകുന്നതാണ്. അതേപോലെ തന്നെ ഈ ഭാഗവതം അർത്ഥത്തോടുകൂടി നമ്മൾ നിത്യേന പഠിച്ചാൽ കോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും നശിച്ചു പോകും. നമ്മൾ ഒരു രാജസൂയ യാഗമോ അല്ലെങ്കിൽ ഒരു അശ്വമേധ യാഗമോ ഒക്കെ നടത്തുന്നതിൻ്റെ പുണ്യം മുഴുവൻ ഈ ഒരു ശ്ലോകം ഇങ്ങനെ അർത്ഥത്തോടുകൂടി ഒരു ശ്ലോകം മുഴുവൻ അല്ലെങ്കിൽ ഒരു പകുതി ശ്ലോകമോ 1/4 ശ്ലോകമോ പഠിച്ചാൽ പോലും അതിൻ്റെ ഒരു അശ്വമേധ യാഗം നടത്തുന്ന അത്രയും പുണ്യമാർജിക്കാൻ കഴിയും. അപ്പോൾ ഈ ഭാഗവത കഥാമൃത സേവയുടെ തുല്യമായിട്ട് പിന്നെ 2-3 കൂട്ടം കാര്യങ്ങൾ കൂടി ഇവിടെ സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലൊന്നാണ് തുളസി പൂജ, തുളസി ദേവിയെ ആരാധിക്കുക, തുളസി നട്ടു വളർത്തുക, അതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത്. അതേപോലെ ഒന്നാണ് ഗോസേവ, ഗോക്കളെ വളർത്തുന്നതും പരിപാലിക്കുന്നതും അതേപോലെ തന്നെ കർമ്മമായിട്ട് ഇവിടെ സനൽകുമാരാദി മഹർഷിമാർ പറയുന്നു. പിന്നെയൊന്ന് നമുക്കറിയാം, മൃത്യുവെടുക്കുമ്പോൾ ഭഗവാനെ അന്ധകാലത്തിൽ അവിടുത്തെ സ്മരണയോടുകൂടി യാത്രയാകുന്നവന് മോക്ഷപ്രാപ്തി ഉറപ്പാണെന്ന് അവിടുന്ന് തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാളിന്
ആ മൃത്യുകാലത്തിൽ ഈ ഒരു ഭാഗവത കഥ കേട്ടുകൊണ്ട് യാത്രയാകാൻ പുണ്യം സിദ്ധിച്ചാൽ അങ്ങനെയുള്ള ആ ജീവന് വൈകുണ്ഠപ്രവേശനം ഉറപ്പായിട്ടും ഉണ്ടാകും. അതേപോലെ സ്വർണപീഠത്തിന്മേൽ അല്ലെങ്കിൽ സ്വർണപീഠത്തോടൊപ്പം ഈ ശ്രീമദ് ഭാഗവതം ദാനം ചെയ്താൽ കൃഷ്ണസായുജ്യം അടയുമെന്നൊരു ഫലം കൂടി ഇവിടെ ഭാഗവത മാഹാത്മ്യത്തോടൊപ്പം സനൽകുമാരാദി മഹർഷിമാർ ചേർത്ത് വെക്കുന്നുണ്ട്. ഇനിയും ഇതൊക്കെ ഭാഗവത കഥ ആ അമൃതത്തെ പാനം ചെയ്യുന്നവരുടെ മഹത്വമാണെങ്കിൽ ഒരിക്കൽ പോലും ഇത് നുകരാൻ കഴിയാത്തവരെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ ചണ്ടാലനാണ്, കഴുതയ്ക്ക് തുല്യമാണ്. അവൻ്റെ ജന്മമാകട്ടെ ഈ ജീവൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ മനസ്സിലാക്കാതെ ഭൗതികമായ വിഷയങ്ങൾക്ക് പിന്നാലെ പായുന്ന അവൻ്റെ ജന്മം ഈ ഭൂമിദേവിക്ക് ഭാരം കൂട്ടുകയും അതുപോലെ അമ്മയ്ക്ക് ആ സൃഷ്ടിയുടെ വേദന അനുഭവിപ്പിക്കാനും വേണ്ടി മാത്രമുള്ള പാഴ്ജന്മമാണ്, വൃഥാവിലാണ് അവൻ്റെ ജന്മം എന്നും. അതേപോലെ തന്നെ അങ്ങനെയുള്ളവർ നമുക്കറിയാം നിന്ദാർഹനാണ്, പശുസമനാണെന്നാണ് സനൽകുമാരാദി മഹർഷിമാർ പറയുന്നത്. കാരണം പശുക്കൾക്കാണ് ഭക്ഷണം, നിദ്ര, മൈഥുനം എന്നീ 3 കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായി നടക്കുന്ന, അവർക്ക് മറ്റുള്ള ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളൊന്നും അവരെ ബാധിക്കുന്നതേയില്ല. ആ രീതിയിൽ ജീവിക്കുന്ന ഏതൊരു നരനും ഏതൊരു മനുഷ്യനും പശുസമനാണ്. എന്നാൽ എല്ലാവർക്കും ഈ ഒരു ഭാഗവതം ലഭിക്കുമോ, ഭാഗവത കഥാശ്രവണത്തിനുള്ള ഭാഗ്യം സിദ്ധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. കാരണം കോടി ജന്മത്തിൽ പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഈ അത്യധികം സുദുർലഭമായിട്ടുള്ള ഭാഗവത കഥ കേൾക്കുവാൻ ഉള്ള ഭാഗ്യം സിദ്ധിക്കുകയുള്ളൂ. അങ്ങനെ ഭാഗ്യം സിദ്ധിക്കുന്നവർക്ക് നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിലൊരു സപ്താഹം നടന്നാൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും ആ ഒരു സപ്താഹത്തിൻ്റെ ഭാഗമാകാൻ, ഈ കഥ കേൾക്കാൻ അവിടെ എത്തിച്ചേരാൻ നമ്മൾ ശ്രമിക്കണമെന്നുകൂടി പറയുന്നുണ്ട് ഇതിൽ. കാരണം അത്രമാത്രം ആ ഒരു പുണ്യത്തിൻ്റെ ഘടകം നമ്മളോടൊപ്പം ഉണ്ടെങ്കിലേ നമുക്കത് കേൾക്കാൻ കഴിയുകയുള്ളൂ. ആ പുണ്യം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സമീപത്ത് അങ്ങനെ ഒരു സപ്താഹ സൽക്കർമ്മം നടക്കുന്നത്. ആ വേദിയിലേക്ക് ഓടിയെത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇനിയും അങ്ങനെ കഴിയാത്തവരാണെങ്കിൽ പോലും നിത്യവും വീട്ടിലിരുന്നത് കേൾക്കാൻ കഴിഞ്ഞാൽ പോലും പുണ്യമാണ്. കഴിയുന്നതും ഈ ഭാഗവതം കഥ അല്ലെങ്കിൽ സപ്താഹ വേദിയിൽ പോയിരുന്ന് കേൾക്കുന്നവരായാലും വീട്ടിലിരുന്ന് കേൾക്കുന്നവരായാലും ബ്രഹ്മചര്യവും സത്യവും ഒക്കെ പരിപാലിക്കുന്നത് ഈ ഒരു കലിദോഷത്തെ ഇല്ലാതെയാക്കാൻ ഉള്ള വിശേഷ വിധിയായിട്ട് ശ്രീശുക മഹർഷി നമുക്ക് കാണാം ഭാഗവതത്തിൽ പരീക്ഷിത് മഹാരാജാവിനായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സത്യവും ബ്രഹ്മചര്യവും ഒക്കെ അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ മനസ്സടക്കി വേണം, അഥവാ മറ്റു ഭൗതിക വിഷയങ്ങളിലേക്ക് വ്യാപരിക്കാൻ മനസ്സിനെ വിടാതെ ഈ ഒരു ഭഗവത് കഥയിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഭാഗവത ശ്രവണം കേൾക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അങ്ങനെ ഈ ഒരു ഭാഗവത കഥയെ ഇവിടെ ശ്രീശുക മഹർഷി നാരദ മഹർഷിക്കായിക്കോട്ടെ പറയുകയാണ്, 7 ദിവസങ്ങളിലായിക്കൊണ്ട് സപ്താഹമായിക്കൊണ്ട് ഭാഗവതം കേൾക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഭാഗവതം കേൾക്കുന്ന ഈ 7 ദിവസമായിട്ടൊരു ചിട്ട, ഒരു വിധി ഉണ്ടാക്കിയത് തന്നെ ഭാഗവത സപ്താഹ വിധി രൂപകൽപ്പന ചെയ്തത് തന്നെ. അല്ലെന്നുണ്ടെങ്കിൽ അത് ശ്രീ നാരദ മഹർഷിക്കായിക്കൊണ്ട് അത് പറഞ്ഞു കൊടുത്തത് ശ്രീ സനൽകുമാരാദി മഹർഷിമാരാണ്. അങ്ങനെ ഈ സപ്താഹം കേൾക്കാനും ഭഗവാന്റെ കഥ അതിലൂടെ കേൾക്കാനും അത് നുകരാനും കഴിഞ്ഞാൽ അവിടെ കാരണം ഈ ഒരു 7 ദിവസം എന്ന് ചുരുക്കാൻ കാരണം തന്നെ പലതരത്തിലുള്ള കർമ്മദോഷങ്ങളിൽ വ്യാപൃതരാണ് ഓരോ സൃഷ്ടിയും. അപ്പോൾ ഈ 7 ദിവസം കൊണ്ട് അതായത് എത്രയും കാലയളവ് കുറയ്ക്കാമോ, ഈ 7 ദിവസത്തിലും കുറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മധുരം വേണ്ട വിധത്തിൽ നുകരാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടാവാം സനൽകുമാരാദി മഹർഷിമാർ അതിനെ 7 ദിവസമായിട്ട്
പറഞ്ഞത്. അങ്ങനെ കാരണം ആയുസ്സിനും ആരോഗ്യത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഈ കലിദോഷാധിക്യം കൊണ്ട് പലതരത്തിലുള്ള മനോവൈഷമ്യങ്ങൾ നേരിടുന്നവരുണ്ട്. അവർക്കുമൊക്കെ ഒരു ഭാഗമാകാൻ കഴിയത്തക്ക വിധത്തിലാണ് സനൽകുമാരാദി മഹർഷിമാരിവിടെ ഈ സപ്താഹ ശ്രവണവിധി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു സപ്താഹ ശ്രവണത്തിന് അതിൻ്റെ മഹത്വവും പറയുന്നുണ്ട്. കാരണം മറ്റു പലയിടങ്ങളിലും നമ്മൾ തീർത്ഥസ്ഥാനത്തിലൊക്കെ പോകാറുണ്ട്, വ്രതം അനുഷ്ഠിക്കാറുണ്ട്, യജ്ഞവും തപസ്സും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഫലം കിട്ടുന്നതാണ്. അതൊന്നും ഈ ഒരു സപ്താഹ ശ്രവണത്തിന് തുല്യമല്ല എന്നുകൂടി സനൽകുമാരാദി മഹർഷിമാരിവിടെ പറഞ്ഞു വെച്ചു. ഇനിയും വീണ്ടും നമ്മൾ ആ ഒരു അധ്യായത്തിൽ ആ സൂത ശൗനക സംവാദത്തിലേക്ക് വീണ്ടും വരികയാണ്. ഇവിടെ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ആ ശൗനക മഹർഷിക്ക് അത്യത്ഭുതം തോന്നി. കാരണം ഇവിടെ യജ്ഞം, ദാനം, തപസ് ഇതിനെയെല്ലാം തന്നെയും ഒന്ന് വകറ്റു മാറ്റിക്കൊണ്ട് അതിനേക്കാൾ മഹത്വമാണ് ഈ സപ്താഹ ശ്രവണത്തിന്, ഭാഗവത കഥാമൃത രസത്തിന് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ശൗനക മഹർഷിമാർ ചോദിക്കുന്നുണ്ട്, ഈ ജ്ഞാനധർമാദികളെയൊക്കെയും തിരസ്കരിച്ചുകൊണ്ട് മോക്ഷത്തിനാസ്പദമായിട്ട് ഈ ഭാഗവത കഥാശ്രവണത്തെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടായത്? ഈ ഒരു ഭാഗവതം എങ്ങനെയാണ് ഉണ്ടായത്? ഇനി അതിനുള്ള ഉത്തരമായിട്ടാണ് സൂതൻ ഇവിടെ ശൗനക മഹർഷിക്കായിക്കൊണ്ട് പറയുകയാണ്. ഇവിടെ ആ കഥ പറഞ്ഞു തുടങ്ങുന്നത് ഭഗവാന് ഈ ഒരു ഭൂമിയിലെ വാസമൊക്കെ തീർത്ത് വൈകുണ്ഠപ്രാപ്തിക്ക് ഒരുങ്ങുന്ന സമയത്താണ് ഭഗവാനിൽ നിന്നും നേരിട്ട് ജ്ഞാനോപദേശം സിദ്ധിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഉദ്ധവർ ഭഗവാനോട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഭഗവാനോട് ഉദ്ധവർ പറയുന്നു, ഭഗവാനെ, അങ്ങയിൽ നിന്ന് എനിക്ക് ആ ഒരു ജ്ഞാനോപദേശം ലഭിച്ചു. പക്ഷേ എന്നിട്ടും എനിക്കിനിയും ശങ്ക പലതും വിട്ടൊഴിയുന്നില്ല. അങ്ങിവിടെ ഈ ഭക്തിയെ, ഭക്തരുടെ മനസ്സിലെ ഭക്തിയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം അങ്ങയോട് എല്ലാ വൈഷ്ണവരും ഇവിടെ മനസ്സുകൊണ്ട് ചേർന്നാണ് നിൽക്കുന്നത്. അങ്ങിവിടെ നിന്നും പോയിക്കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ദയനീയമാവില്ലേ? ഇവിടെ സ്വരൂപത്തിൽ അങ്ങിവിടെ നിൽക്കുമ്പോൾ ആ രൂപം വിട്ട് അങ്ങ് പോയിക്കഴിഞ്ഞാൽ അരൂപിയായിട്ടുള്ള ഭഗവാനെ അവിടുന്നോട് ചേർന്ന് നിൽക്കാൻ അങ്ങയുടെ ഈ ഭക്തർക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? കാരണം ഇനിയും വരാൻ പോകുന്നത് കലികാലമാണ്. അവിടെ ദുഷ്ടസംസർഗം തീർച്ചയായും ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാകട്ടെ അവരുടെ ഉള്ളിൽ നിന്നും രൂപമില്ലാതെ ഭഗവാനെ അവിടുന്ന് അരൂപിയായി മറയുമ്പോൾ അവിടുത്തോട് ചേർന്ന് നിൽക്കാൻ എങ്ങനെയാണ് കഴിയുക? ഈ ഭക്തർക്ക് അവിടുന്നല്ലാതെ മറ്റാരാണ് ആശ്രയമുള്ളത്? അതുകൊണ്ടല്ലയോ ഭഗവാനെ, അവിടുന്ന് ഈ ഭൂമി വിട്ടു പോകരുതേ. അവിടുന്ന് ഭക്തരോടൊപ്പം ഈ ഭൂമിയിൽ ഇനിയും ഉണ്ടാവേണമേ, ഭക്തിയെ സംരക്ഷിക്കാനായിട്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സങ്കടങ്ങൾ ആ പ്രഭാസ തീരത്ത് വെച്ച് ഉദ്ധവർ ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് തൻ്റെ ഭക്തരെ രക്ഷിക്കേണ്ടത് എന്ന ഒരു ഉപായം കണ്ടുപിടിച്ചുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ആ തേജസ് മുഴുവനും ഈ ഒരു ഭാഗവത ഗ്രന്ഥത്തിൽ അങ്ങോട്ട് ലയിപ്പിച്ചു. അങ്ങനെ ഈ ഒരു തൻ്റെ തേജസ്സിനെ ഈ ഒരു ഗ്രന്ഥത്തിൽ അങ്ങോട്ട് ലയിപ്പിച്ചിട്ട് ഭഗവാൻ അങ്ങ് മറയുകയും ചെയ്തു. അങ്ങനെ ഭഗവാന്റെ ദേഹം തന്നെയായിട്ടുള്ള, ഭഗവാന്റെ തേജസ് തന്നെയായിട്ടുള്ളതാണ് ഈ ഒരു ഭാഗവത ഗ്രന്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുണ്യവാങ്മയം അത് കണ്ടാലും കേട്ടാലും പഠിച്ചാലും ഒക്കെ എല്ലാ പാപങ്ങളും ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു ഗ്രന്ഥത്തെ ഈ ഒരു 7 നാളുകൊണ്ട് സപ്താഹമായിക്കൊണ്ട് ഭാഗവതം കേൾക്കുന്നത് കൊണ്ട് ഈ കലികാലത്തിൽ മറ്റെന്തിനേക്കാളും എല്ലാ ദുഷ്ടസംസർഗവും ഒഴിവാക്കാൻ, എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടാൻ, അതിലൊക്കെ ഉപരിയായി മോക്ഷത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈ ഒരു 7 ദിവസത്തെ ഭാഗവത ശ്രവണം ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്.
നമ്മുടെ ദുഃഖങ്ങൾ, ദാരിദ്ര്യങ്ങൾ, ദൗർഭാഗ്യങ്ങൾ, പാപങ്ങൾ, അതിലേറെ നമ്മുടെ കാമക്രോധങ്ങൾ, ഇവയൊക്കെ നശിപ്പിക്കാൻ സപ്താഹശ്രവണം ഒന്നു മാത്രം മതിയാകും. ഈ ഒരു കലികാലത്തിൽ ഭഗവാന്റെ ആ ഒരു മായയിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യർക്ക് ആ ഭഗവാന്റെ മായയെ തടയാൻ ദേവന്മാർക്ക് പോലും സാധ്യമല്ല. പക്ഷെ അതിൽ നിന്നും മുക്തി നേടാൻ, മായയ്ക്കതീതമായി മായയ്ക്ക് പിന്നിൽ വർത്തിക്കുന്ന ആ ഭഗവാനെ കാണാൻ, ഭഗവാനെ അറിയാൻ, ഭഗവാനിൽ അലിയാൻ ഈ ഒരു ഭാഗവത ശ്രവണം ഒന്നുകൊണ്ട് തന്നെ സാധ്യമാകുന്നു. വീണ്ടും ആ സൂതൻ അങ്ങനെ കഥ തുടർന്നുകൊണ്ട് പറയുകയാണ് ശ്രീ ശൗനക മഹർഷിയോട്. ഈ ഒരു ഭാഗവത സപ്താഹ ശ്രവണത്തിൻ്റെ, ആ യജ്ഞത്തിൻ്റെ, സപ്താഹ യജ്ഞത്തിൻ്റെ മഹത്വം ഈ സനകാദി മഹർഷിമാർ ആ ഒരു വേദിയിൽ അങ്ങനെ പറഞ്ഞപ്പോൾ, അല്ലയോ ശൗനകാദി മഹർഷിമാരെ, ഇവിടെ വലിയൊരു അത്ഭുതമുണ്ടായി. അങ്ങേക്ക് അറിയുമോ എന്താണെന്ന്? ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥ എന്നൊക്കെയുള്ള നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ദാ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. ആരാ? ഭക്തിദേവിയും യുവാക്കളായിട്ടുള്ള ആ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാരും. സദസ്യർക്കാകെ ഒന്നടങ്കം അത്യാശ്ചര്യമായി. കാരണം അതിസുന്ദരിയായി ഒരു സ്ത്രീ, ഒപ്പം പുത്രരാണോ എന്ന് അവർക്കറിയില്ല. വളരെ തേജസ്സുറ്റ രണ്ട് യുവാക്കളും. അങ്ങനെ ഈ മഹർഷിമാരുടെ സദസ്സിലേക്ക് അവർ മൂന്നുപേരും, ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ മൂന്നുപേരും കടന്നു വന്നപ്പോൾ സനൽകുമാരാദി മഹർഷിമാർക്ക് മനസ്സിലായി വന്നതാരാണെന്ന്. ആ സനൽകുമാരാദി മഹർഷിമാർ മറ്റുള്ള വേദിയിലിരുന്നവരോടായിട്ട് പറയുന്നുണ്ട്, ഈ ഭാഗവത കഥ കേൾക്കാനായിട്ട് വന്നതാണിവള്. അത് കേട്ടപ്പോൾ ആ ഭക്തിദേവിക്ക് മനസ്സിലായി, തന്നെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു ഈ സനൽകുമാരാദി മഹർഷിമാർ. സനൽകുമാരാദി മഹർഷിമാർക്ക് തിരിച്ചറിയാതിരിക്കാനാവില്ലല്ലോ, വന്നതാരാ? ഭക്തിദേവിയാണ് അല്ലേ? ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തരായിട്ടുള്ള സനൽകുമാരാദി മഹർഷിമാരെ ആ ഭക്തിദേവിയും തൻ്റെ ജ്ഞാനവൈരാഗ്യങ്ങളായ പുത്രന്മാരും കൂടി വീണ് നമിച്ചു. എന്നിട്ട് ഭക്തിദേവി ഇവിടെ നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്, എൻ്റെ ദുഃഖത്തിൽ അങ്ങ് പങ്കാളിയാവുകയും അങ്ങ് ഞങ്ങളെ ഈ ഒരു ഭാഗവത കഥാവേദിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഇന്ന് എനിക്കും എൻ്റെ പുത്രന്മാർക്കുമൊക്കെ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആ നിത്യയൗവനത്തെയും സമ്പുഷ്ടിയും തിരിച്ചു തന്നതാണ് അങ്ങ് തന്നെ അരുളി ചെയ്യണം, ഞങ്ങൾ ഇനി എവിടെയാണ് ഇരിക്കേണ്ടത്? ഇത് പറഞ്ഞപ്പോൾ സനകാദി മഹർഷിമാരാണ് അതിനുള്ള മറുപടി പറയുന്നത്. ഇവിടെ സനകാദി മഹർഷിമാർ ആ ഭക്തിദേവിക്കും പുത്രന്മാരായ ജ്ഞാനവൈരാഗ്യങ്ങൾക്കുമുള്ള ഇരിപ്പിടം നിശ്ചയിച്ചിട്ട് പറഞ്ഞു, എല്ലാ വൈഷ്ണവ ഹൃദയങ്ങൾ തോറും അല്ലയോ ദേവി, അവിടുന്നും പുത്രന്മാരും വസിച്ചാലും. ആ വേദിയിൽ കൂടിയിരുന്നവരത്രയും വൈഷ്ണവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഭക്തിദേവിയും പുത്രന്മാരും അവിടെ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ഒന്നുകൂടി സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞു, ഈ ലോകത്ത് എത്ര നിർധനരാണെങ്കിലും യാതൊരാളിലാണോ ഈ ഭക്തി സ്ഥിരതയോടുകൂടി വസിക്കുന്നത്, അവരാണ് ഏറ്റവും വലിയ ധന്യാത്മാക്കൾ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കുചേലൻ. കുചേലൻ അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏറ്റവും ധന്യനായിരുന്നു ജീവിതത്തിൽ, നിറവുണ്ടായിരുന്നു ജീവിതത്തിന്. ദരിദ്രർ ഒരു തരത്തിൽ നോക്കിയാൽ അവരാണ് ധനികർ. പ്രത്യേകിച്ചും മനസ്സിൽ ഭക്തി നിറയെ ഉള്ളവർ, ഭഗവത് ചിന്ത സദാ കൊണ്ടു നടക്കുന്നവർ,
ദരിദ്രരാണെങ്കിലും അവർ ധനികരാണ്. ധനികരാവട്ടെ. ഈ ചിന്തയില്ലാതെ പോയാൽ എന്നും ദരിദ്രരുമാണ്. അതുകൊണ്ട് സനൽകുമാരാദി മഹർഷിമാർ ഒന്നുകൂടി പറഞ്ഞു, ഈ ഭക്തിദേവി എവിടെയാണോ, ആരുടെ ഹൃദയത്തിലാണോ സ്ഥിരമായി വസിക്കുന്നത്, അവിടെ ആ ശ്രീഹരി ഭഗവാനും വന്ന് കുടികൊള്ളും. ഇത്രയും പറഞ്ഞിട്ട് സനൽകുമാരാദി മഹർഷിമാർ ചോദിക്കുകയാണ്, ഇനി ഇതിൽ പരം എന്താണ് ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടത്? ഈ ഭാഗവത ധർമ്മം എന്ന് പറയുന്നത് തന്നെ ബ്രഹ്മസ്വരൂപമാണ്. അത് കേട്ടാലും ഉരുവിട്ടാലും സേവിച്ചാലും മനനം ചെയ്താലും പഠിച്ചാലും അവർ ഭഗവാന് തുല്യരായി മാറും, അഥവാ മോക്ഷത്തിലേക്ക് എത്തിച്ചേരും. ഇതിത്രയും പറഞ്ഞുകൊണ്ട് ആ ഒരു അധ്യായത്തിൽ സനൽകുമാരാദി മഹർഷിമാരവിടെ തങ്ങൾ ആ ഭാഗവത മാഹാത്മ്യത്തിൻ്റെ മഹത്വം പറഞ്ഞ് നിർത്തുകയാണ്. വ്യാസഭഗവാൻ ഈ ഒരു അധ്യായവും അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം അടുത്ത സത്സംഗത്തിൽ ഈ ഭാഗവത മാഹാത്മ്യത്തിൻ്റെ 3-ാമത്തെ അധ്യായം ഭഗവാൻ അനുഗ്രഹിച്ചാൽ അർത്ഥവിചാരം ചെയ്തു തുടങ്ങാമെന്ന് കരുതുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ പറയിപ്പിച്ച ഭഗവാന്റെ ചരിത കഥകൾ, ഭഗവാന്റെ ചരിതങ്ങൾ, ഭഗവാന്റെ ഗുണമഹത്വങ്ങൾ ഭഗവാന്റെ തന്നെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളട്ടെ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം ശ്രീ ഹരേ നമഃ.